ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നമ്മൾ ലോൺ ക്ലോസ് ചെയ്തു. 81,63,000 രൂപയ്ക്ക് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ ആ പ്രതിസന്ധികളെ എല്ലാം കവർ ചെയ്ത് അത് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ സഹായിച്ചു, ദൈവം സഹായിച്ചു. എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഈ വലിയൊരു ബാധ്യതയിൽ നിന്ന്, ഈ വലിയൊരു ശക്തിയുടെ പിടിയിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കി ഇറക്കിയ ലോകം മുഴുവനുള്ള എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. വളരെ പെട്ടെന്ന് ഓടി വന്ന് സ്റ്റുഡിയോയിലേക്ക് വരികയായിരുന്നു നിങ്ങളോട് ഈ വിവരം പറയാൻ. ബില്ലുകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ കിട്ടുന്ന മുറയ്ക്ക് വളരെ പെട്ടെന്ന് തരാം, കാണിക്കാം. 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ ബാങ്കിലിരിക്കുന്ന ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടും എന്ന് ബാങ്കുകാർ പറഞ്ഞു. അത് വരുമ്പോൾ വളരെ പെട്ടെന്ന് ആദ്യം എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മുമ്പിലേക്ക് അതുകൊണ്ട് വരാം. നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ലോകം മുഴുവനുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇന്ന് 20-ാം തീയതി നമ്മൾ ഈ കടമ്പ കടന്നു നിങ്ങളുടെ സഹായത്താൽ. ഏറ്റവും അവസാന സമയം പോലും അതിന് ഏറ്റവും നല്ല രീതിയിൽ സഹോദരങ്ങൾ കൈതന്നു. എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റി. ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോകളിൽ ഞാൻ ഇതിൻ്റെ ബില്ലുകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഞാൻ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ 15 ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും ഒക്കെ ഓരോന്നോരോന്നായി നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വാക്ക് ഞാൻ മാറില്ല. ഞാൻ വാക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഏറ്റവും അധികമായി നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് 2 യൂട്യൂബർമാർ ആത്മാർത്ഥമായി എന്നെ സഹായിച്ചായിരുന്നു. ആദ്യമേ ഡിഫറൻറ്റ് ആംഗിളിലെ സാബു സാറ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ 1-2 വീഡിയോകൾ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നെ അറിയാമായിരുന്നു. അദ്ദേഹം വീഡിയോ ചെയ്തു. പിന്നീട് എനിക്ക് വളരെയധികം നന്ദി പറയാനുള്ളത് ഫിലിം ഡയറക്ടർ ജോസ് തോമസ് സാറാണ്. അദ്ദേഹം 2-3 വീഡിയോകൾ എനിക്ക് വേണ്ടി ചെയ്തു. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം അറിയപ്പെടുന്ന പല സിനിമകളും ഡയറക്റ്റ് ചെയ്ത ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇനി ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സിനിമാ ഡയറക്ടർമാരെ ഒന്നും സാധാരണ ജനത്തിന് ഒരിക്കലും പെട്ടെന്ന് കാണാൻ പറ്റുന്നവരല്ലല്ലോ. അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റുകയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഒക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനും ഞാൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നു. ഇനി ഇതിനകത്ത് ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ആ ക്ലൈമാക്സ് സമയത്ത് എനിക്ക് എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുമ്പോൾ തന്നെ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മകൾ 1, 2, 3 കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിൻ്റെ ഈ പിതാവിൻ്റെ ഓപ്പറേഷന് വെച്ചിരുന്ന പണം. നാളെയോ നാളെ കഴിഞ്ഞുമാണ് ഓപ്പറേഷൻ. ആ പിതാവിൻ്റെ മോൻ പറഞ്ഞു, ഞാനിത് തരാം, ഈ കാര്യം നടക്കട്ടെ, അതിന് ശേഷം അത് കൈകാര്യം ചെയ്യാം. കേരള ജനതയുടെ, എൻ്റെ സഹോദരങ്ങളുടെ നന്മ. ഇനി ഒരു കുഞ്ഞു മോൻ്റെ കണ്ണ് ഓപ്പറേഷന് വെച്ചിരുന്ന പണം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, അവർ ജർമ്മനിയിലാണ്. അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണ് ഓപ്പറേഷന് വെച്ചിരിക്കുന്ന പണമാണ്, പക്ഷെ തരാം, പിന്നെ തന്നാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞു പോയ സാഹചര്യം അത്. വേറൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മോൾക്ക് കോളേജ് ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന പണം തന്നു. ഇനി നമ്മുടെ കുഞ്ഞുമോളെ ഓർക്കുന്നുണ്ടല്ലോ, ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ വെച്ചിരുന്ന 1000 രൂപ ആ കുഞ്ഞെനിക്ക് തന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അതും ഒരു വലിയ സന്ദേശം ഈ സമൂഹത്തിന് നൽകുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. വേറൊരു സഹോദരിയുടെ കയ്യിലുണ്ടായിരുന്ന 12 പവൻ സ്വർണം ആ സഹോദരി എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിൽ പോയി. എന്നോട് പറഞ്ഞു, ഇത് കഴുത്തേൽ ഇട്ടുകൊണ്ട് നടക്കുന്നില്ല, ഇത് ലോക്കറിൽ കൊണ്ട് വെച്ചിരിക്കുക. ഈ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം വേറൊരാൾക്കൊരു സഹായമാകുന്നെങ്കിൽ ഞാനിത് തരാം. ഹായ് ചേച്ചി, പ്രിയ ഉപ്പൊന്നും പറഞ്ഞു, അത് കൊണ്ട വെച്ചിട്ട് എന്നെങ്കിലും പറ്റുന്ന കാലത്ത് എടുത്തു തന്നാൽ മതി. സഹോദരി എന്നോട് പറഞ്ഞു, ഒരു പകുതി വേണേ അങ്ങ് വിറ്റോ, ബാക്കിയുള്ളത് എനിക്ക് പണയം വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഒന്നും വിറ്റില്ല.
ഞാൻ ഒന്നും വിറ്റില്ല, ഞാനത് പണയം വെച്ചു. അദ്ദേഹം സഹോദരി എന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന പോലെ തന്നേച്ചാൽ മതി, ഒരു ഭാരവുമില്ല. അപ്പം ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആളുകൾ ധാരാളം കേരളത്തിലുണ്ട് എന്ന് അറിവിന്റെ മുമ്പിൽ വീണ്ടും നമസ്കരിക്കുന്നു. ഇനി തമിഴ്നാട്ടിൽ നിന്നൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഒരാൾ വിളിച്ചു. സേലത്തുള്ള ഒരു ചേരിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ കരയല്ലേ ചേട്ടാ, ചേട്ടൻ ഇതുപോലെ തകരരുതേ. അതായത് നിലവിളികളാണ് ചുറ്റും എന്ന വീഡിയോയാണ് ആ മനുഷ്യൻ കണ്ടത്. ഞാനത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ആ വീഡിയോ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല സത്യത്തിൽ. കാരണം കേരളത്തിൽ ഈ മാർച്ച് മാസം 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നടക്കാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്ന ജപ്തികൾ നടന്നാൽ കേരളത്തിൽ നിലവിളി ഉയരും. ആ ജനം, ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ആളുകൾ വിളിക്കുമ്പോൾ എനിക്ക് വരുന്ന 80% കോളുകളും കണ്ണീരിൻ്റെയും കഷ്ടത്തിൻ്റെയും കടത്തിൻ്റെയും കഥകളാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയുടെ ബാക്കി പത്രമായി ഈ ജപ്തികൾ ഈ മാർച്ച് മാസം 31 കടന്ന് കിട്ടിയാൽ ഈ ജനത്തിന് 1 വർഷവും കൂടെ സമയം കിട്ടും, വലിയ ചില അത്ഭുതങ്ങൾ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ വിളിച്ചിട്ട് പറയാ, ചേട്ടൻ കരയരുതേ, ഇന്നത്തെ പണിക്കൂലിക്കകത്തുന്ന ബാലൻസ് ഉള്ളത്, ഇന്നലത്തെ പണിക്കൂലിക്കകത്തുനിന്ന് ബാലൻസ് ഉള്ള 200 രൂപ ഞാൻ അയക്കുക കേട്ടോ, ഞാൻ ഇന്ന് എനിക്ക് കിട്ടുന്ന പണിക്കൂലിക്കകത്തുനിന്നും കുറച്ച് പൈസ അയക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒരു കരച്ചില്. സേലത്ത് ഒരു ചേരിക്കകത്ത്, അയാൾ പറഞ്ഞു ഞങ്ങളൊരു കോളനിക്കകത്താണ് താമസിക്കുന്ന, 3 സെന്റ് വീട് സ്ഥലത്തിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ അവസ്ഥ. പിന്നെ ഇത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെയാണ് ഈ തുക കണ്ടെത്താൻ കഴിഞ്ഞത്. ഏതാണ്ട് 81,63,000 രൂപയാണ് കൃത്യമായിട്ട് നമ്മൾ ബാങ്കിൽ അടച്ചത്. ഏതാണ്ട് 82 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എടുക്കണം. ഞാനിത് നിങ്ങളോട് പറയാനുള്ള ആവേശത്തിൽ ഓടി വന്നതാണ്. കാരണം അത് കൃത്യമായി പറഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ ആ സെക്കൻഡ് നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നു. അതിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു. അടുത്തത്, എൻ്റെ ജീവിതം. ഞാൻ ഈ ലോൺ അടച്ചു തീർക്കുകയാണെങ്കിൽ ഇനി ഒരു 30 കൊല്ലം കൂടെ അടച്ചാലും ഈ ലോൺ തീരില്ല. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എനിക്കിത് തീർത്ത് തന്നതുകൊണ്ട് ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ജാതിക്കും മതത്തിനും വർഗത്തിനും നിറത്തിനും ഒക്കെ അപ്പുറത്ത് കേരളത്തിലുള്ള എല്ലാ സഹോദരന്മാരും എൻ്റെ ജനമാണ് എന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി കിട്ടിയ ഒരു കാലഘട്ടമായത്, ഒരു മതപശ്ചാത്തലത്തിലൊന്നും അല്ലാതെ. അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇനി 30 വർഷം ഞാൻ ജോലിയെടുത്ത ഈ ബാങ്കിന് വേണ്ടി ജീവിക്കുന്നതിന് പകരം ഇനി മുന്നോട്ടുള്ള എൻ്റെ ആയുസ് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഗേറ്റുകൾ സ്ഥിരമായി തുറന്നിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഞാൻ ഒരു കാലത്ത് എനിക്ക് കിട്ടിയ നന്മകൾ അല്ലെങ്കിൽ സാമ്പത്തിക മെച്ചങ്ങൾ എൻ്റെ പരിമിതമായ ആവശ്യത്തിന് ഞാൻ വ്യക്തിപരമായി എടുത്തിട്ട്, എന്നെ വ്യക്തിപരമായി അറിയാവുന്നവർക്കറിയാം, ഞാൻ വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ മദ്യപിക്കുകയില്ല, പുകവലിക്കുകയില്ല, മറ്റ് പരിപാടികളൊന്നും ഇല്ലാത്ത ആളാണ്, കമ്പനി കൂടാത്ത ആളാണ്, അനാവശ്യമായി ഒന്നും പണം കളയാത്തൊരു ആളാണ് ഞാൻ. അത് എന്നെ അറിയാവുന്നവർക്കറിയാം. എന്നെ അറിയത്തില്ലാത്തവർക്കാണ് എന്തെങ്കിലും പ്രശ്നമുള്ളത്. ഞാൻ ചെയ്തിരുന്നതൊന്നും ഒരിക്കലും ഞാൻ പരസ്യപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ അത് ദൈവം കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം കണ്ടതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എൻ്റെ ജീവിതം ഇനി ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, അത് ചുരുക്കം ആളുകൾക്കേ പറ്റുള്ളെങ്കിൽ അതിനു വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇനി മുന്നോട്ട് ചില ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ ഏതാണ്ട് 20 ദിവസത്തോളമായി. ഈ മാർച്ച് 1 നമ്മൾ ഈ ആദ്യത്തെ വീഡിയോ എടുത്തത്, എൻ്റെ വീടും സ്ഥലവും ജപ്തിയായെന്നും പറഞ്ഞ്. ഈ 20 ദിവസം ഞാൻ അനുഭവിച്ച മാനസിക ടെൻഷൻ, പ്രശ്നങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് ഒക്കെ അഭിമുഖീകരിച്ച വിഷയങ്ങളൊക്കെയും ഒന്നൊന്നായി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് കടന്നുപോയ സാഹചര്യങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് മുന്നോട്ടുള്ള വീഡിയോകൾ. ഇനിയിപ്പോൾ ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നു എൻ്റെ സഹോദരങ്ങളോട്. ഇനി ആരും എൻ്റെ പേരിലേക്ക് പണം അയക്കരുത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ച എൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി എൻ്റെ അക്കൗണ്ടിലേക്ക് ആരും പണം അയക്കരുതേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സൗജന്യമായിട്ടും സൗജന്യമല്ലാതെ ഒന്നും നിങ്ങൾ ഇനി ഒരു പണം പോലും അയക്കരുത്. ഞാൻ ഇതിൽ നിലവിൽ ഒരു പ്രോപ്പർട്ടി വളരെ പെട്ടെന്ന് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. വിൽക്കുമ്പോൾ ഇതിൽ വളരെയധികം പണം അനേകർക്ക് കൊടുക്കാനുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റിലെ വലിയ എമൗണ്ടുകളൊക്കെയും കൊടുക്കാനുള്ളതാണ്.
ആ കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പണം ഞാൻ എൻ്റെ സഹോദരങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് അത് അവർക്ക് ഗുണമാകുന്ന രീതിയിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ ഉറപ്പ് തരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായി പറയുന്നു, എനിക്ക് ഒരു കാരണവശാലും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇനി നിങ്ങൾ പണം അയക്കരുത്. വന്നതെല്ലാം ഞാൻ നന്ദിപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ഇത് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളതിൻ്റെ കൃത്യമായ തുക എൻ്റെ സഹോദരങ്ങൾക്ക്, അത് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അറിയാതെ ഞാൻ ചെയ്യില്ല. ഒരാളിനെ കണ്ടെത്തിയാൽ നമ്മുടെ ചാനലിലൂടെ അവരെ പരിചയപ്പെടുത്തി അവരുടെ വിഷയങ്ങൾ എന്താന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള പണം കൊടുക്കാം. കാരണം അങ്ങനെ നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാൻ ചെയ്യാം. ഇനി അടുത്തത്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും ബില്ലും എല്ലാം, അതായത് ആധാരം ഇനി 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ മാനേജർ പറഞ്ഞു വളരെ പെട്ടെന്ന് തരാം, കിട്ടുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം. അപ്പോൾ ആദ്യത്തെ എൻ്റെ സന്ദേശം തുടങ്ങിയത് എൻ്റെ വീടും സ്ഥലവും ജപ്തിയായി എന്നായിരുന്നു. ഇപ്പൊ അവസാനം എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീട് സ്ഥലവും എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തിരിച്ചു പിടിച്ചു തന്നു. എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി. ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറെ വീഡിയോകൾ കിടപ്പുണ്ട്. ആ വീഡിയോകളെല്ലാം ഇന്ന് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് ആ വീഡിയോകൾ ഇനി സെർച്ച് ചെയ്താൽ കിട്ടില്ല. കാരണം ആ വീഡിയോയിലെല്ലാം എൻ്റെ അക്കൗണ്ട് നമ്പറുകളും QR കോഡുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഇനി അവിടെ നിൽക്കാൻ പാടില്ലാത്തത് കൊണ്ട് ആ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. ബന്ധുക്കൾ ആരാണ്, സ്വന്തക്കാരാരാണ്, സുഹൃത്തുക്കൾ ആരാണ്, സ്നേഹിതന്മാരാരാണ് എന്നൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായി കിട്ടിയ കാലമാണ് ഇത്. എനിക്ക് വ്യക്തമായി കിട്ടിയ കാലമാണ്. അപ്പം ഞാൻ മുന്നോട്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആളുകളോട് പറയാം, എൻ്റെ സഹോദരങ്ങളോട് പറയാം. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കേരളത്തിൽ ആദ്യമായിട്ട് കടന്നുപോയൊരു മനുഷ്യൻ ഞാൻ ആയിരിക്കാം, ആണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനകത്ത് ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ, അവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയും അതിനനുസരിച്ച് ഒത്തൊരുമയോടുകൂടി ഒരു പ്രവർത്തനം ഉണ്ടാകുകയും ചെയ്താൽ നമ്മുടെ കേരള ജനത്തിൻ്റെ ഇടയ്ക്കുള്ള ആത്മഹത്യയുടെ ആ ഒരു പ്രവണത നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ഞാൻ ഉണ്ടാവും, എൻ്റെ ചാനൽ ഉണ്ടാവും, എൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാകും, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്ന് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വലിയ കണ്ണുനീരോടുകൂടെ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ലോകമെങ്ങുമുള്ള എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഇനി ഓരോരോ കടന്നുപോയ സാഹചര്യങ്ങളും ഒക്കെയായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ വീഡിയോകളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.